ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ പടത്തിലത്തെ ലുക്കിൽ അജിത് കുമാർ നിന്നിട്ടുള്ളൊരു ഫോട്ടോ പുറത്തു വന്നു. പിന്നെ ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ഒരു പോസ്റ്റർ വന്നു. ഷൈൻ ടോം ചാക്കോനാണ് ഈ പോസ്റ്ററിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ബോഗൻവില്ല എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിരുന്നു. ഒക്ടോബർ 17 തീയതിയാണ് പടം പുറത്തിറങ്ങുന്നത്. പിന്നെ അതിലത്തെ മറവികൾ എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിരുന്നു. ഇപ്പോൾ അതിന്റെ വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പരാരി എന്ന് പറഞ്ഞ പടത്തിലത്തെ ഉൻസാമി എൻസാമി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. ഒരു ദേവര പാട്ട് എന്ന് പറഞ്ഞ പടം 466 കോടി 10 ദിവസം കൊണ്ട് നേടി എന്നുള്ളതാണ് ഒഫീഷ്യലായി അവർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും 350 ആ ലെവലിലൊക്കെ കളക്ഷൻ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ജയ് മഹേന്ദ്ര എന്ന് പറഞ്ഞ പടം സോണി ലിവിലൂടെ ഒക്ടോബർ 11 റിലീസാവും എന്നുള്ള അറിയിച്ചു. അതേമാതിരി 1000 ബേബീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഇറങ്ങുന്നുണ്ട്. ഇത് ഒക്ടോബർ 18 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ 8 വസന്തലി എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു ഗ്ലിംസ് ആയിട്ടൊരു വീഡിയോ വരാൻ പോവാണ് ഒക്ടോബർ 12 അറിയിച്ചിട്ടുണ്ട്. പിന്നെ നിലാവക്ക് എന്മേൽ എന്നാടി കോപം എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്ട് ചെയ്യുന്ന 3ാമത്തെ പടം. ആ പടത്തിലത്തെ ഗോൾഡൻ സ്പെയർ എന്ന് പറഞ്ഞ പാട്ട് 32 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ അമരൻ എന്ന് പറഞ്ഞിട്ടുള്ള ശിവകാർത്തിൻ്റെ പടത്തിലത്തെ ഹെയ് മിന്നലെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 5 മില്യൺ പ്ലസ് വ്യൂസും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പടത്തിലത്തെ അമരൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഇതെങ്ങനെയാണ് കഥ ഉണ്ടായത്, എങ്ങനെയാണ് കമൽഹാസൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം ഉണ്ടായത് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ആണ്. പിന്നെ ജിഗ്ര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടൈറ്റിൽ ട്രാക്ക് പുറത്തിറങ്ങി. പിന്നെ വിഷം എന്ന് പറഞ്ഞ പടത്തിൻ്റെ 4 days to go പോസ്റ്റർ വന്നു. പിന്നെ മമ്മൂട്ടിയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞിട്ടുള്ള പടം റിലീസിന് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടീച്ചർ വന്നു. പിന്നെ ബ്ലഡി ബെഗർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബെഗർ പീക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലിംസ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ജീവയും അർജുനും രാശിഖണ്ണൊക്കെ അഭിനയിക്കുന്ന അഗത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം അനൗൺസ് ചെയ്തു. അതിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ മാർട്ടിൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. ആളുടെ ബർത്ത്ഡേ ആയിട്ട് ധ്രുവ സർജയുടെ ബർത്ത്ഡേ ആയിട്ട് പുറത്തിറക്കിയുള്ളതാണ്. പിന്നെ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ജീവയും പ്രിയ ഭവാനി ശങ്കറും അഭിനയിക്കുന്ന പടത്തിലത്തെ എൻ ചെല്ല KD എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറക്കി. പിന്നെ ഭൈരതി രണകൾ എന്ന് പറഞ്ഞ പടത്തിലത്തെ കാവലിക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. പിന്നെ സർഫീറ എന്ന് പറഞ്ഞിട്ടുള്ള സൂററൈ പൊട്ടുകൊണ്ട് റീമേക്കായിട്ട് അക്ഷയ് കുമാർ അഭിനയിച്ച പാട്ടാണ്. ആ പടം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 11 റിലീസാവും എന്നുള്ള അറിയിച്ചു. പിന്നെ വേട്ടയെന്ന് പറഞ്ഞ രജനീകാന്തിൻ്റെ പടത്തിലത്തെ അണ്ടർ വന്താർ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അതിൻ്റെ ഇപ്പോൾ ലിറിക്കൽ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. മറ്റേ ജസ്റ്റ് ഓഡിയോ മാതിരിയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പടത്തിൻ്റെ കേരളത്തിലുള്ള ബുക്കിങ്ങും മിക്കയിടത്തുള്ള ബുക്കിങ്ങും ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ 4 days to go പോസ്റ്റർ വന്നിരുന്നു. ഇന്നിപ്പോൾ 3 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ വീഡിയോസ് അവർ വേറെ ഇറക്കിയിട്ടുണ്ട്. ഈ പടത്തിൻ്റെ കേരളത്തിലുള്ള അഡ്വാൻസ് ഇപ്പോൾ ഏകദേശം 80 ലക്ഷം കടന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് പ്രീസെയിൽസിലൂടെ. പിന്നെ മെയ്യഴകൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ സ്നീക്ക് പീക്ക് 2 പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ARM അജയൻ്റെ 2ാം മോഷണം എന്ന് പറഞ്ഞ പടം 3Dയിലത്തെ 2Dയിലത്തൊക്കെ കളക്ഷൻ കൂടിയിട്ട് 58.10 കോടിയായിട്ടുണ്ട് കേരളത്തിൽ. പിന്നെ സിംഗം മെഗൻ എന്ന് പറഞ്ഞിട്ടുള്ള രോഹിത് ഷെട്ടിയുടെ കോപ്പി യൂണിവേഴ്സിൽ വരുന്ന പടം. ഇതിൽ കുറേ ആൾക്കാരുണ്ട്. അജയ് ദേവഗൻ, ടൈഗർ ഷറഫ്, രൺവീർ സിംഗ്, അക്ഷയ് കുമാർ, കരീന കപൂർ, ദീപിക പടുക്കോണൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പടം നവംബർ 1 റിലീസാവും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രെയിലർ തന്നെ നല്ല ഡ്യൂറേഷനാണ്, 4 മിനിറ്റും 58 സെക്കൻഡ് അങ്ങനെ എന്തൊക്കെ ഉണ്ട്. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതിലാണ് ദീപിക പടുക്കോൺ ആദ്യമായിട്ട് ലേഡി സിംഗം എന്നുള്ള ലെവലിൽ വരുന്നത്. ആദ്യത്തെ ലേഡി സിംഗം കൂടിയാണ് ഈ യൂണിവേഴ്സിൽ. പിന്നെ ടോക്സിക് എന്ന് പറഞ്ഞ പടത്തിൻ്റെ അടുത്ത ഷെഡ്യൂൾ മുംബൈയിൽ ഈ മാസം ലാസ്റ്റിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. ഈ ഷെഡ്യൂളിൽ യശും PR അഡ്വാനിയും കൂടിയിട്ടുള്ള ഒരു റൊമാൻസ് സീനൊക്കെ ഉണ്ടാവും എന്നുള്ള ലെവലിലും കേൾക്കുന്നുണ്ട് ഷൂട്ടിങ്. പിന്നെ സൂര്യ 44 കാർത്തിക് സുബ്രാജ് എടുക്കുന്ന സൂര്യയുടെ 44ാമത്തെ പടം. ആ പടത്തിൻ്റെ ഷൂട്ടിങ് റാപ്പായിരിക്കുകയാണ്. അപ്പോൾ കാർത്തിക് സുബ്രാജും സൂര്യൻ കൂടിയിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന മാതിരത്തെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടീമും എല്ലാവരും കൂടിയിട്ട് നിന്നിട്ടുള്ളൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാൻ എന്തായാലും. പിന്നെ L2 എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഹൈദരാബാദിലുള്ള ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. അടുത്ത ഷൂട്ട് അവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റ് പൃഥ്വിരാജ് ഇട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ദൃശ്യം 2 എന്ന് പറഞ്ഞിട്ടുള്ള ബമ്പം വിജയത്തിന് ശേഷം ദൃശ്യം 3 വരാൻ പോവുകയാണ്. ആ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ലോക്കാകില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. അടുത്ത വർഷം എന്ന് വെച്ചാൽ 2025 ക്രിസ്മസിനൊക്കെ ആയിട്ട് പടം റിലീസാവും എന്നുള്ളതൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ ജീത്തു ജോസഫ് പറഞ്ഞിട്ടുള്ള ഒരു ഫേക്ക് ന്യൂസ് ആണെന്നുള്ളതൊക്കെ രീതിയിലാണ്. ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ വരാതിരിക്കാം. പിന്നെ ഡൊമിനിക് എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ ആണ് ഫുൾ പേര്. ഗൗതം വാസുദേവ മേനോൻ എടുത്ത പടമാണ്. അതാണ് ഇനി മമ്മൂട്ടിയുടെ റിലീസാവുക എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് നവംബർ 14 എന്ന് വെച്ചാൽ 2024 നവംബർ 14 റിലീസാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. കങ്കുവോടൊപ്പം ക്ലാഷ് റിലീസ് പോലെ. പിന്നെ തളപതി 69 എന്ന് പറഞ്ഞ പടത്തിന് പൂജ കഴിഞ്ഞായിരുന്നു, ഷൂട്ടിങ്ങും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു പാട്ടിൻ്റെ പേര് വൺ ലാസ്റ്റ് സോങ് എന്നുള്ളതായിരിക്കും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ തളപതി വിജയനായിരിക്കും ആ പാട്ട് പാടുക എന്നുള്ളതും കേൾക്കുന്നുണ്ട്. ഈ പടം തളപതി വിജയുടെ ലാസ്റ്റത്തെ പടമായ കാരണം എല്ലാത്തിലും ഒരു ലാസ്റ്റ് എന്നുള്ള ലെവലിൽ പിടിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പാട്ടിൻ്റെ പേര് വൺ ലാസ്റ്റ് സോങ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കൊണ്ട് ക്ലിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.